മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്തുകൊണ്ടാണ് നബിദിനം എന്ന് പറയുന്ന ഈ ആഘോഷത്തെ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത് അനിസ്ലാമികമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന വിഷയത്തിലേക്ക് ചർച്ചയുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് വളരെ വൈകാരികമായ ഒരു ഇമോഷണൽ ലോക്കഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മൗലിദുൻ നബി അല്ലെങ്കിൽ മീലാദുൻ നബി എന്ന് പറയുന്ന ഈ ആഘോഷത്തിന് എതിരെ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്നത്. വൈകാരികത പല വിഷയങ്ങളിലുമുണ്ട്. എപ്പോഴും വൈകാരികമായി ചിന്തിക്കുക എന്നുള്ളത് വിവേകമുള്ള ആളുകളുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതല്ല. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഭരണകൂടത്തിൻ്റെ ചെയ്തികളെയും പ്രവർത്തനങ്ങളെയും ആരെങ്കിലും വിമർശിച്ചാൽ അവരെ തിരിച്ചു വിളിക്കപ്പെടുന്ന പേരാണ് രാജ്യദ്രോഹികൾ, ദേശവിരുദ്ധർ എന്നുള്ളത്. വാസ്തവത്തിൽ അങ്ങനെയാണോ? ഭരണകൂടത്തെ വിമർശിക്കുന്ന ആളുകൾ രാജ്യദ്രോഹികളും ദേശവിരുദ്ധരുമാണോ? അല്ല. മറിച്ച് അവർ ഈ രാജ്യത്തോട് കൂറുള്ള ദേശീയതയോടും ദേശത്തോടും ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഒരു ഭരണകൂടത്തിൽ കാണുന്ന പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കുക എന്നത് അവരുടെ പൗരാവകാശത്തിൽപ്പെട്ട പൗരബോധത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ആളുകൾ ഭരണകൂടങ്ങളെ വിമർശിക്കുന്നത്. ഇതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷമാക്കുന്ന ഏർപ്പാടിനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ പ്രവാചക സ്നേഹവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആളുകൾ സംസാരിക്കാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവർ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് അസ്വസ്ഥരായി പോകുന്ന ആളുകൾ, അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ഹുബ്ബുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നവർ എന്നുള്ള നിലക്ക് നബിദിന വിമർശനത്തെ അത് അനിസ്ലാമികമാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ് എന്ന സത്യാവസ്ഥ തുറന്നു പറയുന്ന ആളുകൾക്കെതിരെ സൊസൈറ്റി ചിന്തിക്കുന്നതിന് വേണ്ടി അവരുടെ മനസ്സുകളിൽ ഈ രൂപത്തിലുള്ള പ്രവാചക വിരോധവും നബിസ്നേഹമില്ലായ്മയുമൊക്കെ ഉള്ള ആളുകളുടെ സ്വഭാവമാണ് നബിദിനത്തെ വിമർശിക്കുക എന്നുള്ളത് എന്ന് സൊസൈറ്റിയെ പഠിപ്പിക്കുകയും അതിനെ പാകപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെയും നമുക്ക് കാണാം. ഞാൻ പറയുന്നത്, ഇസ്ലാമികമായിട്ടൊരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ സ്ഥാപിതമാകണം. ഈ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. കേരളത്തിൽ നബിദിനം ആഘോഷിക്കുന്നവരും ആചരിക്കുന്നവരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഒരു ആഘോഷമാകട്ടെ, ആചാരമാകട്ടെ, അനുഷ്ഠാനമാകട്ടെ, വിശ്വാസമാകട്ടെ, മതപരമായ എന്ത് കാര്യമാകട്ടെ, അതും സ്ഥിരപ്പെടണം എന്നുണ്ടെങ്കിൽ പ്രമാണങ്ങൾ കൊണ്ട് അത് സ്ഥിരപ്പെടണം. അഥവാ ഖുർആൻ അംഗീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ അതുണ്ടാകണം. അത് ഇല്ല എങ്കിൽ അതിന് മതവുമായി ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതത്തിൻ്റെ അടിസ്ഥാന ജ്ഞാനമാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഇമാം മാലിക് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, പ്രസിദ്ധമായ വാചകം. ആ വാചകത്തിലുണ്ട് മതപരമായിട്ടുള്ള ഒരാളുടെ സ്റ്റാൻഡ് എന്തായിരിക്കണമെന്നത്, ദീനിയായിട്ടുള്ള ഒരാളുടെ നിലപാട് എന്തായിരിക്കണമെന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹയുടെ വാക്കുകളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞത്, വമാലം യകുൻ യൗമഇദിൻ ദീനൻ ഫലൻ യകൂനൽ യൗമ ദീന. അന്ന് റസൂലുള്ളയുടെയും സ്വഹാബത്തിൻ്റെയും കാലത്ത് ഏതൊന്ന് ദീനല്ലയോ, നബിയുടെയും സ്വഹാബത്തിൻ്റെയും കാലത്ത് ഏതൊന്ന് മതമല്ലയോ, അത് ഇന്നും മതമല്ല, അത് എന്നും മതമല്ല,
എന്ന തത്വം അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ മതം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ആചരിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതത്തെ മനസ്സിലാക്കേണ്ടത്. അന്ന് മതത്തിൽ അത് ഇല്ല എങ്കിൽ ഇന്നും അത് ദീനല്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്. അത് എന്നും ദീനല്ല എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മതമാകണമെങ്കിൽ, ദീനാകണമെങ്കിൽ, മതപരമായ ആചാരമാകണമെങ്കിൽ, അനുഷ്ഠാനമാകണമെങ്കിൽ, ആഘോഷമാകണമെങ്കിൽ അത് നബിയും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടാകണം. ആ നബിയും സ്വഹാബത്തും ചെയ്യാത്ത കാര്യങ്ങൾ ആര് അനുഷ്ഠിച്ചാലും ദീനല്ലാത്ത കാര്യമാണ് അവർ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ബഹുമാന്യനായ വഹാബ് സലാഹി സൂചിപ്പിച്ചത്. അത് ബിദ്അത്താണ്, ദുരാചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു ഇമാം സുയൂത്തിയുടെ വാചകങ്ങൾ ഉദ്ധരിക്കപ്പെട്ടു. ഇമാം സുയൂത്തി ആരാണ്? അദ്ദേഹം കൃത്യമായിട്ട് ഈ പറയുന്ന നബിദിനത്തെ അതിനെ എങ്ങനെയെങ്കിലും അതിനൊരു സാധ്യതയുണ്ടാക്കണമെന്ന നിലയ്ക്ക് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ആളാണ്. അദ്ദേഹം പോലും തുറന്നു പറഞ്ഞത് അസ്ലിൽ അമലിൽ മൗലിദി ബിദ്അത്തുൻ, ഈ മൗലിദ് ആഘോഷമെന്ന ഈ പരിപാടി അതിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്. ലൻ തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫ് സ്വാലിഹ് മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു സലഫുകളിൽ നിന്നും ഈ സമ്പ്രദായം ഇത് ഉണ്ടായിട്ടില്ല, അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ആരാണ്? ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിൽ ഇബ്നു ഹജറിന്റെ വാക്കുകളായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആചാരത്തെ പറ്റി പഠിച്ച ഇന്ന് നമ്മുടെ നാട്ടിൽ ഈദിനേക്കാൾ വലിയ ആഘോഷമായി, അതിനേക്കാൾ വലിയ സെലിബ്രേഷനായി കൊണ്ടു നടക്കുന്ന ഈ മീലാദുൻ നബി എന്ന് പറയുന്ന മൗലിദാഘോഷം, ഈ മൗലിദാഘോഷമുണ്ടല്ലോ, അതിന് ഒരു അസ്ലുമില്ല എന്ന് പറഞ്ഞത് അത് അവരുടെ ശാഫിയാക്കളുടെ ഈ ആളുകളുടെ ഇമാമിങ്ങൾ തന്നെയാണ്. ഇമാം സഖാഫി, അദ്ദേഹത്തെ നമുക്കറിയാം. ഇമാം സഖാഫി അദ്ദേഹം ഈ പറയുന്ന മൗലിദിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച ആളാണ്. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ആചാരം, മൗലിദാഘോഷം എന്ന് പറയുന്ന ഈ കർമ്മം ഇത് ഉണ്ടാക്കപ്പെട്ടത്. ഇത് പിന്നെ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് സൃഷ്ടിക്കപ്പെട്ടത് 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഏത് 3 നൂറ്റാണ്ട്? സ്വഹാബത്തിന്റെ നൂറ്റാണ്ടിന് ശേഷം, താബിഈങ്ങളുടെ നൂറ്റാണ്ടിന് ശേഷം, താബിഈങ്ങളുടെ നൂറ്റാണ്ടിന് ശേഷം. ഈ 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ സമ്പ്രദായം ഉണ്ടായത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധനായ ഫഖീഹും ഹദീസ് പണ്ഡിതനുമായ ഹാഫിൽ അബൂ സുർഅ അദ്ദേഹം വിശദീകരിച്ചത്, പിന്നെ ലാ നഅലമു ദാലിക വലൗ ബിഇത്ആമി ത്വആമി അനി സലഫ്, സലഫുകൾ ഒരു ആഹാരം വിതരണം ചെയ്തിട്ടെങ്കിലും, ഒരു ഭക്ഷണ പദാർത്ഥം നൽകിയിട്ടെങ്കിലും ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിച്ചത് നമുക്കറിയില്ല എന്നാണ് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ വിശദീകരിച്ചത്. അത്രക്കും ക്ലിയറായ ഒരു കാര്യമാണ്. ഇതിനെ അനുകൂലിച്ച ആളുകൾ പോലും ഇതിന്റെ അസ്ല് ബിദ്അത്താണ്, സലഫുസ് സാലിഹുകൾ ചെയ്തിട്ടില്ല, വിശുദ്ധ ഖുർആനിലില്ല, ഹദീസുകളിലില്ല, സുന്നത്തിലില്ല, സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലില്ല, സലഫുസ് സാലിഹുകളുടെ നടപടിക്രമങ്ങളിലില്ല എന്ന് വളരെ വ്യക്തമായി പണ്ഡിത ലോകം ഇതിനെപ്പറ്റി സംസാരിച്ചതാണ്. ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബി വല സുന്ന, ഇത് അല്ലാഹുവിന്റെ കിതാബിലോ റസൂലുള്ളാഹിയുടെ സുന്നത്തിലോ ഈ മൗലിദ് ആഘോഷത്തിന്, ഈ ആചാരത്തിന്, അനുഷ്ഠാനത്തിന് ഒരു അസ്ലുള്ളതായി, അടിസ്ഥാനമുള്ളതായി എനിക്കറിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എല്ലാ പണ്ഡിതന്മാരും, ഇതുമായി വിശദീകരിക്കപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു ഇതിന്റെ അസ്ല് ബിദ്അത്താണ്, ഇത് റസൂലുള്ളാഹി അനുഷ്ഠിച്ചിട്ടില്ല, ഇത് സ്വഹാബത്ത് ചെയ്തിട്ടില്ല, ഇത് താബിഈങ്ങൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല. 3 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ച സലഫുസ് സാലിഹുകളിൽ നിന്ന് ഒരാളും ഇത് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഖുർആന്റെ ആയത്തുകളാണ് നബിദിനത്തിന് തെളിവായി പുരോഹിതന്മാർ ഓതിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഹദീസുകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്.
എന്തിന്? നബിദിനമെന്ന് പറയുന്ന ഈ സമ്പ്രദായത്തിന് ഖുർആനിലും ഹദീസിലും അടിത്തറയുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി. പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഒരു അടിത്തറയും നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ ഒരു അടിത്തറ ഉണ്ടായിരുന്നെങ്കിൽ ഇമാം സുയൂത്തി അത് കാണുമായിരുന്നു. അങ്ങനെ ഒരു അടിത്തറ ഉണ്ടായിരുന്നെങ്കിൽ ഇമാം ഫാഖിഹാനി അത് കാണുമായിരുന്നു. അങ്ങനെ ഒരു അടിത്തറ ഉണ്ടായിരുന്നെങ്കിൽ അബൂ സുർഅ റഹിമഹുല്ലാഹ് അത് കാണുമായിരുന്നു. അങ്ങനെ ഒരു അടിത്തറ ഉണ്ടായിരുന്നെങ്കിൽ ഇമാം സഹാബി അത് കാണുമായിരുന്നു. അങ്ങനെ ഒരു അടിത്തറ ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അത് കാണുമായിരുന്നു. അവരെല്ലാം തന്നെ വളരെ കൃത്യമായി സംസാരിച്ചത് ഇതിന് അടിച്ചറയില്ല, സുന്നത്തിൽ അടിച്ചറയില്ല, അള്ളാന്റെ കിതാബിൽ അടിച്ചറയില്ല എന്ന് വളരെ വ്യക്തമായി അവർ പഠിപ്പിച്ചു, പറഞ്ഞു, പ്രഖ്യാപിച്ചു. പക്ഷേ അവരുടെ മദ്ഹബിലെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ഇത് ആഘോഷിക്കുക മാത്രമല്ല, ഇതിന് ഖുർആനെ ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കുന്നു, ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കുന്ന ഏർപ്പാടിലാണ് അവരുള്ളത്. ഒരു സാധാരണക്കാരന് ഈ വിഷയം മനസ്സിലാക്കാൻ വേറെ ഒന്നും വേണ്ട, ഹദീസുകൾ പഠിക്കണ്ട, അതിന്റെ ശരഹുകൾ നോക്കണ്ട, ഒന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഹദീസ് കിതാബ് എടുത്തിട്ട് അതിന്റെ ബാബുകൾ പരിശോധിച്ചാൽ മതി, ഇൻഡെക്സ് പരിശോധിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഹദീസ് കിതാബ്, ഇമാം ബുഖാരിയുടെ എടുക്കുക, മുസ്ലിമിന്റെ എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, തുർമുദി എടുക്കുക, അബൂദാവൂദ് എടുക്കുക, നസായി എടുക്കുക, ബസാർ എടുക്കുക, ഏത് വേണമെങ്കിലും എടുക്കുക. അങ്ങനെ ഏത് കിതാബ് എടുത്തിട്ട് അതിന്റെ ഇൻഡെക്സ് നോക്കുക. ആ ഇൻഡെക്സുകളിൽ നിങ്ങൾക്ക് കാണാം പിന്നെ പെരുന്നാളിന്റെ ഫളായിലുകൾ പറയുന്ന ബാബുകൾ, നോമ്പിന്റെ ഫളായിൽ പറയുന്ന ബാബുകൾ, അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ ഫളായിൽ പറയുന്ന ബാബുകൾ, അതുപോലെ തന്നെ റമളാന്റെ ഫളായിൽ പറയുന്ന ബാബുകൾ, ശഅബാന്റെ ഫളായിലുകൾ, അതിലെ നോമ്പുകളെ പറ്റി സംസാരിക്കുന്ന ബാബുകൾ കാണാം. പക്ഷേ ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിന്റെ ഇൻഡെക്സിൽ ഈ പറയുന്ന റബീഉൽ അവ്വലിന്റെ പോരിശയും അതിലെ 12ാമത്തെ ദിവസം നടത്തപ്പെടുന്ന ഈ ആഘോഷത്തിന്റെ ഫളായിൽ പറയുന്ന ഒരു ബാബ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണില്ല. എന്തേ വിട്ടുപോയത്? ഇത്രയും പ്രധാനപ്പെട്ട സമസ്തയുടെ വാദമനുസരിച്ച് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് നബിദിനം എന്ന വാദമാണല്ലോ അവർക്കുള്ളത്. ഈ വാദം ശരിയാണെങ്കിൽ ഈ ഹദീസ് ഗ്രന്ഥങ്ങളുടെ ബാബുകളിൽ ഇതിന്റെ ഫളായിൽ പറയുന്നത് കാണണ്ടേ? കാണില്ല. സാധാരണക്കാരന് സെർച്ച് ചെയ്യാൻ പറ്റുന്ന മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇമാം ബുഖാരിന്റെ ബാബുകൾ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാബുകൾ കിട്ടും. ഇമാം മുസ്ലിമിന്റെ വേണോ, അബൂദാവൂദിന്റെ വേണോ, നസായിന്റെ വേണോ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏത് ബാബുകളാ വേണ്ടത്? ആ ഇൻഡെക്സ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ ആ ഇൻഡെക്സ് തെളിഞ്ഞു വരും. അവിടെ ഒരിക്കലും റബീഉൽ അവ്വലിന്റെയോ അതിലെ 12ാമത്തെ ദിവസത്തിന്റെയോ അതിന്റെ ശ്രേഷ്ഠതയെ പറ്റി നിങ്ങൾക്ക് കാണില്ല. മറിച്ച് നിങ്ങൾ കാണുക, മറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എപ്പോഴാണ്? നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12 ആ 12 അന്നാണ് ഈ രാജ്യത്ത് ദഫ്മുട്ടി പാട്ടുപാടി ആഘോഷിച്ച് സെലിബ്രേഷൻ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂല് വഫാത്തായ ദിവസത്തിലാണ് എന്നത് എന്തുമാത്രം ഗുരുതരമായ അപരാധമാണ് പിശാച് ഈ സമുദായത്തെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നതിലേക്ക് നമ്മുടെ ചിന്തകൾ പോകേണ്ടതുണ്ട്. ഈ ആളുകൾ നിഷേധിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? ഇമാം ദാരിമി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ ഉസീബ അഹദുകും ബി മുസീബത്തിൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഒരു വിപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ, ഫൽയദ്ഖുർ, മുസീബ ആലോചിക്കട്ടെ, ഫഇന്നഹാ മിൻ അഅ്ളമിൽ മസായിബ്, അതാണ് ദുരന്തങ്ങളിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാം. ആ ദുരന്തം സംഭവിച്ച മാസേതാ? ആ ദുരന്തം സംഭവിച്ച മാസമേതാ? ഒരു മുസ്ലിമിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച മാസത്തിന്റെ പേര് ഏതാണ്? റബീഉൽ അവ്വലാണ്. സംശയമില്ല, റബീഉൽ അവ്വലാണ് ആ മാസം എന്ന് പറയുന്നത്. മുസ്ലിമിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ മുസീബത്ത് അത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ്, റബീഉൽ അവ്വലിലാണ്. ഇനി റബീഉൽ അവ്വലിൽ ഏതാ ദിവസമാണ് അത് സംഭവിച്ചത്? ഏത് ദിവസമാണ് അത് സംഭവിച്ചത്?
സീറത്തുൻ നബവി ഇബ്നു കസീർ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ റഹിമഹുല്ലാ അവർ രേഖപ്പെടുത്തി والمشهور هو ما ذهب إليه الجمهور من أن وفاة النبي صلى الله عليه وسلم كانت في 12 من ربيع الأول في العام 11 للهجرة. ഹിജറ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് എന്നത് ജുംഹൂറായി ഉലമാക്കൾ അഭിപ്രായപ്പെട്ടതാണ്. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ചയാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞത്. മുസ്ലിമിന്റെ ഏറ്റവും വലിയ ദുരന്തം, അവന്റെ ഏറ്റവും വലിയ മുസീബത്ത് സംഭവിച്ചത് ഈ റബീഉൽ അവ്വൽ 12-നാണ്. ആ ദിവസമാണ് നമ്മുടെ തെരുവോരങ്ങളിൽ സമസ്ത സംഘടിപ്പിക്കുന്ന ഗാനമേളകൾ നടക്കുന്നത്, സമസ്തയുടെ റാലികൾ നടക്കുന്നത്, മധുരപലഹാരങ്ങൾ മിഠായികൾ വിതരണം നടത്തുകയാണ്, തെരുവോരങ്ങളിൽ അരിങ്ങുകെട്ടി ആഘോഷിക്കുകയാണ്. എല്ലായിടത്തും ദഫടിച്ച് അർബനമുട്ടി ആഘോഷിക്കുന്ന ദിവസമേതാ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ റബീഉൽ അവ്വൽ 12. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം റബീഉൽ അവ്വൽ, ആ ദിവസം നബാത്തി ഖുതുബ കേട്ടിട്ട് ആ ഖുതുബയിൽ റബീഉൽ അവ്വൽ ആദ്യത്തെ വെള്ളിയാഴ്ച ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ ചർച്ച ആ ഖുതുബയുടെ അധ്യായത്തിൽ കാണാം. അൽ ഖുതുബത്തുൽ ഊല മിൻ ശഹ്ർ റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബാത്തി ഖുതുബ ചർച്ച ചെയ്യുന്നത് എന്താ? റബീഉൽ അവ്വൽ മാസത്തെ 1-ാമത്തെ വെള്ളിയാഴ്ചത്തെ ഖുതുബ, വരാൻ പോണ വെള്ളിയാഴ്ചത്തെ ഖുതുബ. ആ ഖുതുബ ഏതാണ്? ആ ഖുതുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ പറ്റിയിട്ടാണ്. ഇനി 2-ാമത്തെ ഖുതുബ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞിട്ട് വരുന്ന വെള്ളിയാഴ്ചത്തെ ഖുതുബ. ആ ഖുതുബയിൽ പറയുന്നത് എന്താ? അൽ ഖുതുബത്തു സാനി, 2-ാമത്തെ ഖുതുബ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ മാസത്തിലെ 2-ാമത്തെ ഖുതുബ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ ഓർക്കുകയാണ്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാണ് ഖുതുബ. ആ ഖുതുബ നിങ്ങളൊന്ന് മലയാള പരിഭാഷ വാങ്ങ്, ആ ഖുതുബ മലയാള പരിഭാഷ വാങ്ങ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ പറ്റി അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം വിശദീകരിച്ചു കൊണ്ടിരിക്കുക. അപ്പൊ റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ള വഫാത്തായത് എന്ന് ആര് പറയുന്നു? നബാത്തി ഖുതുബയിൽ ആ ഖുതുബ പിന്നെ എഴുതിയ ഇബ്നു നബാത്തുൽ മിസ്രി എന്ന് പറയുന്ന ആ പണ്ഡിതൻ പറയുന്നു, നമ്മുടെ പള്ളി ദർസിൽ മുഴുവൻ അത് ഈ റബീഉൽ അവ്വലിനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും മഹാഭൂരിപക്ഷമായ പണ്ഡിതാഭിപ്രായം റബീഉൽ അവ്വൽ 12-നാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് എന്ന് പണ്ഡിതന്മാർ മുഴുവൻ പറയുന്നു. ഇനിയോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ മരണം എന്നത്, എന്റെ വഫാത്ത് എന്നത് മുസ്ലിമേ നിനക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ്. സെലിബ്രേഷൻ ഡേ അല്ല, നിന്റെ വിപത്തിന്റെ സമയമാണ്. അതിനെപ്പറ്റി നീ ഓർത്തോ. നിന്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ, നിന്റെ വീട്ടിൽ പ്രയാസമുണ്ടായാൽ, നിന്റെ കച്ചവടം പൊളിഞ്ഞാൽ, നിനക്ക് മഹാരോഗങ്ങൾ ബാധിച്ചാൽ, എന്ത് മുസീബത്ത് ബാധിച്ചാലും നീ എന്നെ പറ്റി ഓർത്തോ, എൻ്റെ മരണത്തെ പറ്റി ഓർത്തോ. ആ ദുരന്തത്തെ പറ്റി ഓർക്കുമ്പോ നിന്റെ ദുരന്തമൊന്നും ഒരു ദുരന്തമായിട്ട് നിനക്ക് തോന്നില്ല. അതുകൊണ്ട് ആ വലിയ ദുരന്തത്തെ നീ ഓർത്തുകൊണ്ടിരുന്നോ. ആ വലിയ ദുരന്തം സംഭവിച്ച ദിവസം പായസം വെച്ച് തെരുവോരങ്ങളിൽ മധുര പലഹാരം വിതരണം ചെയ്ത് ഇങ്ങനെ റാലി നടത്തുന്ന, സെലിബ്രേഷൻ ചെയ്യുന്ന ഒരു വിഭാഗം ഒരു നേതാവിനും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഒരു നേതാവിനും ഇങ്ങനെ തനിയായി ഉണ്ടായിട്ടില്ല. ലോകത്തേതെല്ലാം മതത്തിന് നേതാക്കളുണ്ട്. ശ്രീകൃഷ്ണന്റെ ജയന്തി നടത്തുന്നവർ ശ്രീകൃഷ്ണൻ മരിച്ച സമയത്തല്ല നടത്തിയത്. യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നവർ അദ്ദേഹം വഫാത്തായ സമയം തെരഞ്ഞെടുത്തിട്ടില്ല. ലോകത്ത് ഒരു നേതാവും മരണപ്പെട്ട ദിവസം തന്നെ തെരഞ്ഞെടുത്തിട്ട് ആ ദിവസം ആഘോഷമാക്കിയ ഒരു ജനവിഭാഗമുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന സമസ്ത പോലത്തെ ഈ സംഘങ്ങളാണ് അത് ചെയ്തത്. ഇനി ജന്മദിനത്തെ പറ്റിയിട്ട് അത് എന്നാ ഇവരെ സംബന്ധിച്ച് അതിൽ പിന്നെ റബീഉൽ അവ്വൽ 12 എന്ന അഭിപ്രായം ഉണ്ടോ? ബർസഞ്ചി മൗലിദ് എടുക്കുക. ആ ബർസഞ്ചി മൗലിദിൽ കാണാം, വളരെ സത്യസന്ധമായി എഴുതിയിരിക്കുകയാണ്, വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫീ ശഹരിഹാ വഫീ യൗമിഹാ അലാ അഖ്വാലിൻ ലിൽ ഉലമാഇ മർവിയ. പിന്നെ പണ്ഡിതന്മാരിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട അഭിപ്രായം അനുസരിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തെപ്പറ്റി, ജനിച്ച മാസത്തെപ്പറ്റി, ജനിച്ച ദിവസത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്. റസൂലുള്ള ജനിച്ച വർഷേതാ, ജനിച്ച വർഷേതാ, അഭിപ്രായ വ്യത്യാസമുണ്ട്. റസൂലുള്ള ജനിച്ച മാസമേതാ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഇഖ്തിലാഫുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമേതാ, അതിന്റെ ഡേറ്റിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും മരിച്ചതേതാ, റബീഉൽ അവ്വൽ 12 ജുംഹൂറായിട്ടുള്ള അഭിപ്രായം. അപ്പൊ മരിച്ചത് 12 എന്ന് ഉറപ്പ്, ജനിച്ചതോ 12 ആണോ, റബീഉൽ അവ്വലിലെ വേറെ ദിവസമാണോ, റബീഉൽ അവ്വൽ അല്ലാത്ത വേറെ മാസാണോ, ഒക്കെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുക. ഈ സംഗതിയാണ് ഈ വിഭാഗം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ തെരുവോരങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷം ഇതിനോട് വേറെ എന്തെങ്കിലും പൊളിറ്റിക്കൽ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടല്ല, വേറെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള താല്പര്യമുള്ളത് കൊണ്ടല്ല. ഒന്നാമത്തത് ഇത് മതമല്ല, സലഫുസ് സ്വാലിഹീങ്ങൾ ആചരിച്ചിട്ടില്ല, ഉലമാക്കളാരും ഇത് സലഫുസ് സ്വാലിഹീങ്ങൾ ചെയ്തതാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇതിനെപ്പറ്റി പരാമർശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് ദീനല്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ ആ ദിവസം തന്നെ ആഘോഷിക്കുന്ന അതീവ മ്ലേച്ഛമായ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തൊരു അനുയായിയും ഒരു നേതാവിനോട് ഈ മോശം പ്രവണത ചെയ്തിട്ടുണ്ടാവില്ല. ലോകത്തൊരു നേതാവിനും ഇത് സഹിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ ആലോചിക്കൂ, നിങ്ങളെ വാപ്പ മരിച്ച ദിവസം നിങ്ങൾ സെലിബ്രേഷൻ നടത്തുമോ? നിങ്ങളെ ഉമ്മ മരിച്ച ദിവസം നിങ്ങൾ സെലിബ്രേഷൻ നടത്തുമോ? എങ്കിലും നിങ്ങളുടെ സെലിബ്രേഷൻ നടക്കുന്നത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ റബീഉൽ അവ്വൽ 12-നാണ് എന്ന ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ, ഇവിടെ പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, വിമർശനങ്ങളുണ്ടെങ്കിൽ അത് തുറന്ന് പങ്കുവെക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വളരെ വിനീതമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായ ഭിന്നതകൾ പങ്കുവെക്കാൻ, ഹൃദയപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.